ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പ്രൈമൽ പവർ മീഡിയ. ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഈ മാർച്ച് മാസം OTTയിലും തിയേറ്ററിലും റിലീസ് ചെയ്യുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മാർച്ച് 4-ാം തീയതി ഡെയർ ഡെവിൾ ബോൺ അഗൈൻ എന്ന വെബ് സീരീസ് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ റിലീസ് ചെയ്യുന്നു. ഡയറക്ടർ പോൾ W.S. ആൻഡേഴ്സൺ സംവിധാനം ചെയ്ത് ജെറമി ബോൾട്ട്, മില്ല ജൊനോവിച്ച്, ഡേവ് ബോട്ടിസ്റ്റ, റോബർട്ട് കുൾഹർ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച ഇൻ ദ ലോസ്റ്റ് ലാൻഡ് എന്ന മൂവി മാർച്ച് 6-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നു. ഡയറക്ടർ ശരത് ചന്ദ്രൻ RJ സംവിധാനം ചെയ്ത് വിജയരാഘവൻ, ദിലീഷ് പോത്തൻ, കലാഭവൻ ഷാജോൺ, കനി കുസൃതി, സെറിൻ ഷിയാബ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച ഔസേബിൻ്റെ ഒസിയത്ത് എന്ന മൂവി മാർച്ച് 7-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നു. ഡയറക്ടർ കമൽ പ്രകാശ് കഥ എഴുതി സംവിധാനം ചെയ്ത് GV പ്രകാശ് കുമാർ, ദിവ്യ ഭാരതി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച കിങ്സ്റ്റൺ എന്ന മൂവി മാർച്ച് 7-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നു. ഡയറക്ടർ സനൽ ദേവൻ സംവിധാനം ചെയ്ത് സുരേഷ് ഗോപി, ഗൗതം മേനോൻ, സുരാജ് വെഞ്ഞാറമൂട്, ഇന്ദ്രൻസ്, നവ്യ നായർ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച വരാഹം മാർച്ച് 7-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ദുപാഹിയ എന്ന വെബ് സീരീസ് ആമസോൺ പ്രൈം OTT പ്ലാറ്റ്ഫോമിലൂടെ മാർച്ച് 7-ാം തീയതി റിലീസ് ചെയ്യുന്നതാണ്. ഡയറക്ടർ പ്രവീൺ നാരായണൻ സംവിധാനം ചെയ്ത് സുരേഷ് ഗോപി, കോട്ടയം രമേശ്, ബൈജു, ദിവ്യ പിള്ളെ, അനുപമ പരമേശ്വരൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച JSK എന്ന മൂവി മാർച്ച് 7-ന് തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നു. ഡയറക്ടർ ബോങ് ജൂൺ ഹോ കഥ എഴുതി സംവിധാനം ചെയ്ത് റോബർട്ട് പാറ്റിൻസൺ, നവോമി അക്കി, സ്റ്റീവ് യൂൻ, മാർക്ക് റഫല്ലോ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച മിക്കി 17 എന്ന മൂവി മാർച്ച് 7-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നു. ഡയറക്ടർ വിഷ്ണു വരദൻ സംവിധാനം ചെയ്ത് സിദ്ധാർത്ഥ് ശിവ, രാജീവ് പിള്ള എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അഭിനയിച്ച പ്രതിമുഖം മാർച്ച് 8-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നു. ഡയറക്ടർ MC ജോസഫ് കഥ എഴുതി സംവിധാനം ചെയ്ത് ഉണ്ണി ലാലു, ഹക്കീം ഷാ, ഷൈൻ ടോം ചാക്കോ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അഭിനയിച്ച മീഷ മാർച്ച് 8-ന് തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നു. ഡയറക്ടർ പ്രിൻസ് ദിമാൻ സംവിധാനം ചെയ്ത് സുനിൽ ഷെട്ടി, സൂരജ് പഞ്ചോലി, വിവേക് ഒബ്രായ്, അനുഷ്ക ശർമ്മ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച കേസരി വീർ എന്ന മൂവി മാർച്ച് 14-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നു. രാഹുൽ രവീന്ദ്രൻ കഥ എഴുതി സംവിധാനം ചെയ്ത് രശ്മിക മദന, കൗശിക് മഹാദ, ദീക്ഷിത് ശെട്ടി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച ദ ഗേൾ ഫ്രണ്ട് എന്ന മൂവി മാർച്ച് 14-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നു. ഡയറക്ടർ ശിവം നായർ സംവിധാനം ചെയ്ത് ജോൺ അബ്രഹാം, സാദിയ ഖത്തീബ്, കുമുദ് മിശ്ര എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച ഡിപ്ലോമാറ്റ് മാർച്ച് 14-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നു. ഡയറക്ടർ ഡാൻ ബർഗ് സംവിധാനം ചെയ്ത് ജാക്ക് ക്ലൈസ്, ആംബർ മിഡ് തണ്ടർ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച നവോക്കൈൻ എന്ന മൂവി മാർച്ച് 14-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നു. ഡയറക്ടർ രാം ജഗദീഷ് സംവിധാനം ചെയ്ത് ഹർഷ് റോഷൻ, രോഹിണി, സായ്കുമാർ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച കോർട്ട് സ്റ്റേറ്റ് വേഴ്സസ് എ നോബഡി എന്ന തെലുങ്ക് മൂവി മാർച്ച് 14-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നു. ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്ത് ദിലീപ്, വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, ബാലു വർഗീസ്, സിദ്ധാർത്ഥ് ഭരതൻ, ദേവൻ, സെലിം കുമാർ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച ബാബ എന്ന മൂവി മാർച്ച് 14-ന് തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഡയറക്ടർമാരായ രഞ്ജിത്ത് RL, ശ്രീജിത്ത് വിജയൻ എന്നിവർ സംവിധാനം ചെയ്ത് വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ബിബിൻ ജോർജ്, ധർമ്മജൻ ബോൾഗാട്ടി, സജിൻ ചെറുകയിൽ, അലൻസിയർ ലോപ്പസ്, പായൽ രാധാകൃഷ്ണ, അശോകൻ, പോളി വിൽസൺ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച അപൂർവ പുത്രന്മാർ എന്ന മൂവി മാർച്ച് 20-ന് തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നു. ഡയറക്ടർ അരുൺ ചന്തു സംവിധാനം ചെയ്ത് അജു വർഗീസ്, അനർക്കലി മരക്കാർ, ഗോകുൽ സുരേഷ്, ജഗതി ശ്രീകുമാർ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച വല മാർച്ച് 21-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നു. ഡയറക്ടർ മാർക്ക് വെബ് സംവിധാനം ചെയ്ത് ഗാൽ ഗലോട്ട്, റിച്ചൽ സ്ലാഗർ, ജെറമി ഷിഫ്റ്റ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അഭിനയിച്ച വാൾട്ട് ഡിസ്നി സ്റ്റുഡിയോസ് മോഷൻ പിക്ചേഴ്സിൻ്റെ സ്നോ വൈറ്റ് എന്ന മൂവി മാർച്ച് 21-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നു. $1 സീക്രട്ട് എന്ന വെബ് സീരീസ് നെറ്റ്ഫ്ലിക്സ് OTT പ്ലാറ്റ്ഫോമിലൂടെ മാർച്ച് 26-ാം തീയതി റിലീസ് ചെയ്യുന്നതാണ്. മുരളി ഗോപിയുടെ കഥയിൽ പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത് മോഹൻലാൽ, പൃഥ്വിരാജ്, ടൊവിനോ തോമസ്, മഞ്ജു വാര്യർ, ഇന്ദ്രിത്ത്, സുരാജ് വെഞ്ഞാറമൂട്, കിഷോർ, സായ്കുമാർ, നെയ്ല ഉഷ, അഭിമന്യു സിംഗ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച L2 എമ്പുരാൻ മാർച്ച് 27-ന് തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നു. ഡയറക്ടർ രാം വംശി കൃഷ്ണ കഥ എഴുതി സംവിധാനം ചെയ്ത് നിഖിൽ സിദ്ധാർത്ഥ്, അനുബങ്കർ, കൈല പോൾ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അഭിനയിച്ച ദ ഇന്ത്യൻ ഹൗസ് എന്ന മൂവി മാർച്ച് 27-ന് തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നു. ഡയറക്ടർ മിമി ഗുഹ സംവിധാനം ചെയ്ത് നിക്കോൾ കിഡ്മാൻ, മാത്യു മാക്ഫോർഡിയൻ, ജൂഡ് ഹിൽ, ഗെയിൽ ഗാർസിയ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അഭിനയിച്ച ഹോളണ്ട് എന്ന മൂവി ആമസോൺ പ്രൈം OTT പ്ലാറ്റ്ഫോമിലൂടെ മാർച്ച് 27-ന് റിലീസ് ചെയ്യുന്നതാണ്. ഡയറക്ടർ ഖാലിദ് റഹ്മാൻ കഥ എഴുതി സംവിധാനം ചെയ്ത് നസ്ലം P. ഗഫൂർ, ലുക്മാൻ അവറാൻ, ഗണപതി, അനഘ രവി, ഫ്രാങ്കോ ഫ്രാൻസിസ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച ആലപ്പുഴ ജിംഖാന എന്ന മൂവി
മാർച്ച് 28 തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നു. ഡയറക്ടർ ക്രിഷ് ജഗർലമുടി കഥ എഴുതി സംവിധാനം ചെയ്ത് പവൻ കല്യാൺ, ബോബി ഡിയോൾ, നിധി അഗർവാൾ, നർഗീസ് ഫക്രി, നോറ ഫത്തേഹി, നാസർ സുനിൽ എന്നിവർ കഥാപാത്രങ്ങളെ അഭിനയിച്ച ഹരിഹര വീരമല്ലു പാർട്ട് 1 എന്ന മൂവി മാർച്ച് 28 തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നതാണ്. ഡയറക്ടർ AR മുരുകദോസ് കഥ എഴുതി സംവിധാനം ചെയ്ത് സൽമാൻ ഖാൻ, രശ്മിക മന്ദന, കാജൽ അഗർവാൾ, സത്യരാജ്, പ്രതീക് ബബ്ബാർ, കിഷോർ, ശർമ്മൻ ജോഷി എന്നിവർ കഥാപാത്രങ്ങളെ അഭിനയിച്ച സിക്കന്ദർ മാർച്ച് 28 തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നു. ഡയറക്ടർ പ്രവീൺ കണ്ടേഗുല സംവിധാനം ചെയ്ത് അനുപമ പരമേശ്വരൻ, ദർശന രാജേന്ദ്രൻ എന്നിവർ കഥാപാത്രങ്ങളെ അഭിനയിച്ച പർദ്ദ എന്ന മൂവി മാർച്ച് 28 തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നു. ഡയറക്ടർ വെങ്കി കൊടുമൂല കഥ എഴുതി സംവിധാനം ചെയ്ത് നിതിൻ, കൈൽ പോൾ, ശ്രീലീല, ദയാനന്ദ് റെഡ്ഡി, വെണ്ണല കിഷോർ, ലാൽ, രാജേന്ദ്ര പ്രസാദ് എന്നിവർ കഥാപാത്രങ്ങളെ അഭിനയിച്ച റോബിൻഹുഡ് എന്ന മൂവി മാർച്ച് 28 തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നു. ഡയറക്ടർ സ്റ്റീവൻ സോദൻബർഗ് സംവിധാനം ചെയ്ത് കാറ്റോ ബ്ലാങ്കറ്റ്, പിയേഴ്സ് ബ്രോസ്നൻ, ടോം ബഷ്, മൈക്കൽ ആഫ്ബണ്ടർ, നവോമി ആരിസ് എന്നിവർ കഥാപാത്രങ്ങളെ അഭിനയിച്ച ബ്ലാക്ക് ബാഗ് എന്ന മൂവി മാർച്ച് 28 തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നു. ഡയറക്ടർ അലക്സ് ഷർഫ്മാൻ കഥ എഴുതി സംവിധാനം ചെയ്ത് പോൾ റോഡ്, ജെന്ന ഒർട്ടേഗ, വിൽ പോട്ടർ എന്നിവർ കഥാപാത്രങ്ങളെ അഭിനയിച്ച ഡെത്ത് ഓഫ് എ യൂണിക്കോൺ എന്ന മൂവി മാർച്ച് 28 തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നു. ഡയറക്ടർ ഡേവിഡ് അയർ സംവിധാനം ചെയ്ത് ജേസൺ സ്റ്റാഡൻ, ഡേവിഡ് ഹാർബർ, മൈക്കൽ പെന, ജേസൺ ഫ്ലെമിംഗ് എന്നിവർ കഥാപാത്രങ്ങളെ അഭിനയിച്ച എ വർക്കിംഗ് മാൻ എന്ന മൂവി മാർച്ച് 28 തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നു. ഡയറക്ടർ ജോം കോളറ്റ് സെറ സംവിധാനം ചെയ്ത് ഡാനിയൽ ഡെഡ്വൈലർ, റസൽ ഹോസ്പി, പെയ്റ്റൻ ജാക്സൺ, എസെല്ല കനിഹ എന്നിവർ കഥാപാത്രങ്ങളെ അഭിനയിച്ച അമേരിക്കൻ സൈക്കോളജിക്കൽ ഹൊറർ മൂവി ദ വുമൺ ഇൻ ദ യാർഡ് എന്ന മൂവി മാർച്ച് 28 തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നു. ഡയറക്ടർ കല്യാൺ ശങ്കർ സംവിധാനം ചെയ്ത് നർനെ നിതിൻ, രാം നിതിൻ, സംഗീത് ശോഭൻ, പ്രിയങ്ക ഇവാൽക്കർ എന്നിവർ കഥാപാത്രങ്ങളെ അഭിനയിച്ച മാഡ് സ്ക്വയർ എന്ന മൂവി മാർച്ച് 29 തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നു. ഡയറക്ടർ മെഹദി ഹസൻ ഹൃദോയ് കഥ എഴുതി സംവിധാനം ചെയ്ത് ഷാക്കിബ് ഖാൻ, ഇദിക പോൾ എന്നിവർ കഥാപാത്രങ്ങളായി അഭിനയിച്ച ബംഗ്ലാദേശി മൂവി ബോർബാഡ് മാർച്ച് 31 ഏപ്രിൽ 1 റിലീസ് ചെയ്യുന്നതാണ്. ഡയറക്ടർ അനുരാജ് മനോഹർ സംവിധാനം ചെയ്ത് ടൊവിനോ തോമസ്, സുരാജ് ബഞ്ഞാറമൂട്, പ്രിയംവദ കൃഷ്ണൻ എന്നിവർ കഥാപാത്രങ്ങളായി അഭിനയിച്ച നരിവേട്ട മാർച്ച് 7 തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഡയറക്ടർ രാം കഥ എഴുതി സംവിധാനം ചെയ്ത് നിവിൻ പോളി, സൂരി, അഞ്ജലി എന്നിവർ കഥാപാത്രങ്ങളായി അഭിനയിച്ച ഏഴുകടൽ ഏഴുമലൈ എന്ന മൂവി മാർച്ച് മാസം തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നു. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി ഉടൻ തന്നെ വരുന്നതാണ്. അപ്പോഴേക്കും എല്ലാവർക്കും നമസ്കാരം.